ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തീരെ കരുതിയതല്ല. നമ്മുടെ ഒരു സഹോദരൻ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെയും അദ്ദേഹം ഓടിച്ചിരുന്ന ലോറിയും ഉത്തര കന്നഡയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായിട്ട് ഇന്നേക്ക് 7 ദിവസമാകാൻ പോവുകയാണ്. ഈ 7-ാം ദിവസം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹത്തെ കണ്ടെത്തുമോ എന്ന് നമുക്കറിയില്ല. ഇന്ന് കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ സംവിധാനത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു രക്ഷാപ്രവർത്തന സംവിധാനത്തിന് എങ്ങനെയൊക്കെ കുത്തഴിഞ്ഞതാക്കാമോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ നേർസാധ്യമാണ് അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം. സംഭവമുണ്ടായി 2 ദിവസം അവിടുത്തെ സർക്കാർ സംവിധാനം അനങ്ങിയതുപോലുമില്ല, കാര്യമായ ഒന്നും തന്നെ ചെയ്തില്ല. ഗംഗാവാലിയിൽ ഉയർന്നു പൊങ്ങിയ 2-3 ശവശരീരങ്ങളെ കണ്ടെടുത്തു. അവിടെ ഒരു ടാങ്കർ ലോറിയുടെ ഒരു ഭാഗം പൊങ്ങിക്കിടന്നിരുന്നത് അത് കണ്ടെടുത്തു എന്നതൊഴിച്ചാൽ മറ്റൊരു പ്രവൃത്തിയും അവിടെ കാര്യമായി നടന്നില്ല. 1-2 ടാങ്കർ ലോറികൾ ഉപയോഗിച്ച് അവിടുത്തെ കുറച്ച് മണ്ണുകൾ മാറ്റി എന്നുള്ളത് മാത്രമാണ് അവിടെ നടക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം നടന്നിരുന്നത്. അവിടുത്തെ ജില്ലാ ഭരണ സംവിധാനം അത്തരം കാര്യങ്ങൾ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അർജുനെ കാണാനില്ല എന്ന വിവരം അവരുടെ കുടുംബം അറിയുന്നത് അദ്ദേഹത്തെ ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാതിരുന്നതും അതുകൊണ്ട് എന്തോ സംഭവിച്ചു എന്നുള്ളതിനൊക്കെ ലോറി ഉടമ അദ്ദേഹത്തിൻ്റെ ആ GPS സംവിധാനം എഴുതി ട്രാക്ക് ചെയ്തപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ മണ്ണിടിഞ്ഞ ലൊക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അവർ പിറ്റേ ദിവസം തന്നെ ഈ സംഭവ സ്ഥലത്തെത്തി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയൊക്കെ ചെയ്തപ്പോൾ വളരെ നിസ്സംഗമായ ഒരു ആറ്റിറ്റ്യൂഡാണ് അത്രേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു ലോറി ഡ്രൈവറല്ലേ, ചെയ്യുന്നുണ്ട്, ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു വളരെ സാധാരണ നിലയിൽ ഒരു സംവിധാനം എങ്ങനെയൊക്കെ മോശമാകാമോ അത്തരത്തിലൊക്കെ അവർ പ്രതികരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവർ ഇവിടുത്തെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നമ്മുടെ കോഴിക്കോട് MP രാഘവൻ സാറുമായിട്ട് ബന്ധപ്പെടുന്നു. രാഘവൻ സാറാണ് അത് പിന്നീട് പെട്ടെന്ന് മാധ്യമങ്ങളെ അറിയിക്കുന്നു. പിന്നെ കേരളത്തിലെ ഭരണ സംവിധാനങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും കർണാടകത്തിലെ ഭരണ സംവിധാനത്തെയൊക്കെ അറിയിച്ചത് മുതലാണ് ഒരു ചെറിയ അനക്കം വെച്ച് തുടങ്ങിയത് പോലും. ഈ സംഭവ സ്ഥലത്തേക്ക് ഓടിച്ചെന്ന ആ ലോറി ഉടമ മനാഫ്, അവിടെ ഈ അർജുനൻ്റെ അളിയൻ, അനിയൻ തുടങ്ങിയവരൊക്കെ അവിടെ കിടന്ന് എങ്ങനെയെങ്കിലും ആ ലോറി കണ്ടെത്തണമെന്നും അർജുനെ കണ്ടെത്തണമെന്നും അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ റിങ് ചെയ്തു എന്നുള്ളതൊരു തെളിവാണെന്നും ആ ലൊക്കേഷൻ ഉണ്ടാകുമെന്നൊക്കെ ഈ അധികാരികളോടൊക്കെ പറഞ്ഞപ്പോഴും ലോറി ഡ്രൈവർക്ക് വേണ്ടി എന്തിനാണ് ഇത്ര കരയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത്ര പ്രശ്നം എന്നൊക്കെ മട്ടിലാണ് ഇത്ര അവിടുത്തെ SP ഇവരുമായിട്ട് കയർക്കുന്നത്. SP മനാഫിനെ പിടിച്ച് ഈ ലോറി ഉടമയെ പിടിച്ച് ഉന്തുന്ന ഒരു രംഗമൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിൽ കണ്ടു. വീണ്ടും ചില പരാതികളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത വളരെ മന്ദഗതിയിലായപ്പോൾ പരാതി പറയാൻ ചെന്ന സൂപ്രണ്ട് SP-യുടെ അടുത്ത് വീണ്ടും ചെന്നപ്പോൾ സൂപ്രണ്ട് ഫേസ്ബുക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, നമുക്ക് മലയാളികൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. പ്രളയമുണ്ടായ സമയത്ത് പെട്ടിമുടിയിലും കവളപ്പാറയിലും വലിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായപ്പോൾ മലമ്പുഴയിലെ മലമുകളിൽ ബാബു എന്ന ചെറുപ്പക്കാരൻ കുടുങ്ങിക്കിടന്നപ്പോൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാഞ്ചോട്ടിൽ ജോയി എന്ന ചെറുപ്പക്കാരൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൂലിക്ക് വേണ്ടിയിട്ട് നമ്മളെറിഞ്ഞ കുപ്പ കോരാൻ വേണ്ടിയിട്ട് അതിലിറങ്ങി കാണാതായപ്പോൾ മലയാളി കാണിച്ച ഒരു ഒത്തൊരുമയുണ്ട്. ഒറ്റ മനസ്സോടുകൂടെ ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച ഒരു ആത്മാർത്ഥമായ ഒരു ഒത്തൊരുമയുണ്ട്. ആ പ്രളയകാലത്ത് നമുക്കറിയാം, ഈ മത്സ്യത്തൊഴിലാളി കാണിച്ച ഒരു സൈന്യം പോലെ നിന്നിട്ടാണ് നമ്മുടെ കേരളത്തെ വീണ്ടെടുത്തത്. അതുപോലെ തന്നെയാണ് കവളപ്പാറയിലും പെട്ടിമുടിയിലും ആ സന്നദ്ധ സേനകൾ ഇറങ്ങിയിട്ടും നാട്ടുകാരിറങ്ങിയിട്ടും ഒത്തൊരുമിച്ച് അവിടെ പ്രവർത്തിച്ചത്. അങ്ങനെ നമുക്ക് ഒരു രംഗം കന്നഡയിലെ ഈ പറഞ്ഞ സ്ഥലത്ത് കാണാനായില്ല. അവിടെ നാട്ടുകാരുടെ സാന്നിധ്യമില്ല. ആ നാട്ടിൽ ഒരു രക്ഷാപ്രവർത്തകരെയും കാണുന്നില്ല. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് ചെന്ന് ഇതിന് റെഡിയായി ചെല്ലുന്നവരെ ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. പോലീസ് തടയുകയാണ്, മാധ്യമങ്ങളെ തടയുകയാണ്. അവിടുത്തെ മാധ്യമങ്ങൾ ഇതിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരു ചെറിയ സംഭവമായിട്ട് മാത്രമാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള എല്ലാ മലയാള ദൃശ്യ ചാനലുകളും അവളെ തമ്പടിച്ചിരിക്കുകയാണ്. ഇത് ഏതാണ്ട് നമുക്ക് തോന്നുന്ന റിപ്പോർട്ടർ ചാനലിനൊക്കെ എടുത്തു പറയണം, അവർ 24 hours അല്ലെങ്കിൽ മുഴുവൻ സമയവും ആ സംഭവം വിടുന്നു. അതൊക്കെ വന്നപ്പോഴാണ് ഈ അവിടുത്തെ ഭരണ സംവിധാനം തന്നെ ഇളകി മറിഞ്ഞത്. സത്യത്തിലൊരു വലിയ സംഭവമാകുന്നു എന്ന് പറയുന്നു. ശാസ്ത്രീയമായ രീതിയിൽ ഒന്നും തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നടന്നില്ല എന്ന്. മഴ എന്നുള്ളത് അവിടെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഏത് സമയത്തും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശമാണ്. അതിൻ്റെ അടിയിലൊരു ടാങ്കർ ലോറി കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് വരെ പരാതിപ്പെടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്നും തന്നെ അവിടെ ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ള ഒരു ചിന്തയെ അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. അവർ രാവിലെ ഒരു ഓഫീസ് സമയം പോലെ 8-9 മണിക്ക് വരും, ഒരു 7-7:30 ആകുമ്പോൾ പണി മുടക്കി വാച്ച് നോക്കിയിട്ട് എല്ലാവരും തിരിച്ചു പോകും. അങ്ങനെ ഒരു ഷിഫ്റ്റ് സമ്പ്രദായമോ രാത്രിയിലും കണ്ടിന്യൂസ് ആയി നടത്താനോ ഒന്നും പറ്റില്ല. നമ്മുടെ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു സിവിലിയൻ സാധാരണ പ്രവർത്തകനാണ്. എല്ലായിടത്തും
എല്ലാത്തിനുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതാണ്. NDRF പോലെയുള്ള സംഘങ്ങളുമായിട്ട് നല്ല കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. സന്നദ്ധമായിട്ട് ചെന്ന ആ ചെറുപ്പക്കാരൻ ചെന്നതിന് ശേഷമാണ് അവിടെ കാര്യമായ ഒരു രക്ഷാപ്രവർത്തനത്തിന് തന്നെ മാറ്റം വന്നത്. അതെന്തുകൊണ്ടോ ജില്ലാ ഭരണകൂടവും അദ്ദേഹത്തിനുള്ള ഫ്രീഡം കൊടുക്കാൻ തയ്യാറായി. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം നമ്മുടെ കോഴിക്കോട് MP, അവിടുത്തെ MLA സതീഷ് സാറിനെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയണം. ഇതൊക്കെ ആയാലും 6-ാം ദിവസമാണ് അവിടുത്തെ മന്ത്രിമാർ, റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ അവിടെ എത്തുന്നത്. അത് തന്നെ കേരളത്തിൽ നിന്നുള്ള വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ്. കാരണം കേരളത്തിലെ ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾക്ക് വലിയ അവിടുത്തെ ഭരണ സംവിധാനത്തിലുള്ള ഒരു പിടിപാടുണ്ടല്ലോ. അത് വെച്ചാണ് അവർ വന്നത് പോലും. അതും ഈ 6-ാം ദിവസം. അപ്പോഴത്തേക്കും 6-ാം ദിവസമൊക്കെ ആകുമ്പോഴേക്കും എന്താണെന്ന് നമുക്കറിയില്ല. ആ മണ്ണിനടിയിൽ ആ ലോറിയിൽ കിടന്ന നമ്മുടെ സഹോദരനെ ജീവനോടെ കിട്ടുമെന്ന് നമുക്കറിയില്ല. ഇന്ന് 7-ാം ദിവസം പോലും അത് കിട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, ആ പുഴയിലൊരു വലിയ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺകൂന രൂപപ്പെടുന്നതിനുള്ള കാരണം എന്താണെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. ഒരു പക്ഷേ ഈ വണ്ടി ആ പുഴയിൽ കിടന്ന ആ വണ്ടിക്ക് ചുറ്റും മൺകൂന രൂപപ്പെട്ടതാണോ എന്നറിയില്ല. കാരണം അതിൽ 40 ടണ്ണോളം ആ വണ്ടിക്ക് ഭാരം വരുമെന്ന് പറയുന്നു. മരങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ മരങ്ങളൊന്നും പുഴയിൽ ഒലിച്ചു പോകുന്നതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഏത് ഭാഗത്തു നിന്ന് മണ്ണെടുക്കണമെന്ന് അറിയില്ല. റഡാർ സംവിധാനം എത്ര ശക്തിയുള്ള റഡാർ സംവിധാനം കൊണ്ടുവരാൻ അവർക്കറിയുന്നില്ല. സാറ്റലൈറ്റിൻ്റെ ഒരു വിഷൻ അതെടുത്തുകൊണ്ട് രൂപപ്പെടുത്തുന്നുണ്ട്. എവിടെ ആയിരിക്കാം ലോറി ഉണ്ടായിരുന്നിരിക്കുക എന്നുള്ളൊരു ശാസ്ത്രീയമായൊരു പഠനം അവിടെ നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. എവിടെ നിന്നൊക്കെയോ കുറേ മണ്ണ് മാറ്റുന്നു, അവർക്ക് റോഡ് ക്ലിയർ ചെയ്യുന്നു എന്നുള്ള ചില താല്പര്യങ്ങളൊഴിച്ച് ഈ ലോറിയെ കണ്ടെത്താനോ ആ ലോറിയിലെ ഉള്ളൊരു അർജനെ ജീവനോടെ തിരിച്ചു പിടിക്കാനോ ഉള്ളൊരു ശ്രമം നടക്കുന്നതായി തോന്നുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ കേരള നാട്ടിലാണെങ്കിൽ നടക്കില്ല. ഇവിടെ രാഷ്ട്രീയത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയാലും വഴക്ക് പറഞ്ഞാലും എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാം മറന്ന് ഒരേ മെയ്യോടെ ഒരേ മനസ്സോടെ നിൽക്കുന്നൊരു ജനതയാണ്. അവർക്കിതൊരു അത്ഭുതമാണ്. തീർത്തും നിസ്സംഗമായൊരു ജനത. അവിടുത്തെ ജനങ്ങൾക്കൊന്നും ഇതൊരു യാതൊരു പ്രശ്നമില്ലാത്ത എവിടെയോ ഉള്ള ഒരാൾ എന്നുള്ളതാണ്. നമുക്ക് കോഴിക്കോട് മാൻഹോളിൽ പെടുന്ന അന്യനാട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി അതിലേക്ക് ഇറങ്ങിയ നമ്മുടെ മനുഷ്യനില്ലേ കോഴിക്കോട്ടുകാരൻ, ആ ജീവൻ വെടിഞ്ഞ മനുഷ്യനില്ലേ, ആർക്കു വേണ്ടിയായിരുന്നു? ഒരു അന്യ നാട്ടുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ അയാൾ സ്വയം മരണപ്പെട്ടത്? അങ്ങനെ ഒരു നാടാണ്. നമ്മളൊന്നും വ്യക്തിപരമായി അറിയാത്ത നാട്ടിലൊരു സഹോദരന് വേണ്ടി എത്രയോ കോടി രൂപ ഉണ്ടാക്കുകയാണ് വിദേശത്ത് ജയിലിൽ കഴിയുന്നത്. എത്ര കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായ ഈ നാട്ടിൽ ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ, ഈ വാളയാറിൻ്റെ അതിർത്തി വിട്ടുകഴിഞ്ഞാലുള്ള സ്ഥലത്തൊക്കെ മനുഷ്യത്വമില്ലാത്തവരാണോ നമ്മുടെ നാട്ടിൽ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എല്ലാ പ്രദേശവും ഇങ്ങനെയാണോ എന്ന് അറിയില്ല. എന്തായാലും അവിടെ കാണുന്ന കാഴ്ചകൾ തീർത്തും നിരാശാജനകമാണ്, മനുഷ്യത്വരഹിതമാണ്. ഒരു പ്ലാനും ഇല്ലാതെയാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുകയാണ്. മൊത്തത്തിൽ അവിടെ ഇന്ന് വരെ 7-ാം ദിവസം ഇനി എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് പൊതുവെയുള്ള നമ്മുടെ മനുഷ്യത്വം ഇവിടെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ് എന്ന് എടുത്തു പറയാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ താഴെ കുറിക്കാം. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ഐക്യം ഉണ്ടാകുമ്പോഴേ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു മെസ്സേജും കൂടെ അന്യ നാട്ടുകാർക്ക് കൂടെ നൽകുന്നതാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എന്തായാലും ആ മകൻ ജീവനോടെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയട്ടെ. നമ്മുടെ സഹോദരനാണ്, മകനാണ്, ആ വീട്ടുകാർ കാത്തിരിക്കുകയാണ്. തീർച്ചയായും ജീവനോടെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. നിരവധി പേരെ അങ്ങനെ നമ്മൾ 10-15 ദിവസമൊക്കെ കുടുങ്ങിക്കിടന്നവരെ ജീവനോടെ തിരിച്ചെത്തിയ നാട് കൂടിയാണ് നമ്മളത്. അങ്ങനെ അത്ഭുതം സംഭവിച്ചുകൂടായില്ല, മറിച്ചൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കുറിക്കുക.